ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂനെയിലേക്കാണ്. എല്ലാവർക്കും പൂനെയിലേക്ക് സ്വാഗതം. അപ്പം 24 മണിക്കൂർ എങ്ങനെ പൂനെയിൽ ചെലവഴിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണിക്കുന്നത്. പൂനെയിലേക്ക് വന്നു, ഒരു ദിവസത്തെ കറക്കം മാത്രമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയുടെ മനോഹര നഗരമായിട്ടുള്ള പൂനെയിലേക്ക് ഏവർക്കും സ്വാഗതം. മലകളും പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലത്ത് ഒരിക്കൽ വന്നാൽ പിന്നെ മറക്കാനാവില്ല കേട്ടോ. ചരിത്രവും സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം നിറഞ്ഞൊരു നഗരം. എൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു പൂനെ വന്നൊന്ന് കാണണമെന്നുള്ളത്. അത് ദൈവാനുഗ്രഹത്താൽ സാധിച്ചു. പഴയ പേഷ്വാക്കളുടെ കാലം മുതൽ പൂനെക്ക് വലിയ പൈതൃകമുണ്ട്. ശനിവാർ വാഡ, ആഖാൻഖാൽ പാലസ്, സിംഘട്ട് കോട്ട ഇവയെല്ലാം പഴയ കാലത്തിന്റെ കഥകൾ ഇപ്പോഴും പറയപ്പെടുന്നു. പക്ഷേ പൂനെയുടെ സൗന്ദര്യം അതിൽ മാത്രമല്ല കേട്ടോ. ഇത് ജീവിച്ചിരിക്കുന്ന ഒരു നഗരമാണ്. കാരണം ചിരിയും എല്ലായിടത്തും നല്ല ചലനം നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരം. റോഡുകളിൽ യുവാക്കളുടെ ആവേശം, കോളേജുകളുടെ തിരക്ക്, ചായക്കടകളിലെ ചിരി, ഇതെല്ലാം പൂനെയുടെ ഭാഗമാണ്. രാത്രിയിലെ പൂനെ മറ്റൊരു ലോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. വീഥികളിൽ വഴിവിളക്കുകളൊക്കെ തെളിഞ്ഞു മിന്നുമ്പോൾ കഫേകളിൽ സംഗീതവും ചിരിയും നിറയും. മസിൽ പാവ്, വടാപാവ് പൂനെയുടെ രുചിയും അതുപോലെ തന്നെ ആകർഷകമാണ്. പൂനെയിൽ ജീവിച്ചിരിക്കുന്നവർ ഏറ്റവും സ്നേഹമുള്ളവരാണെന്ന് എനിക്ക് അവിടെ ജീവിച്ചപ്പോൾ മനസ്സിലായി. നഗരത്തിന്റെ കാലാവസ്ഥയും അത്രയും തന്നെ സുഖകരമായിരുന്നു. അതിനാൽ തന്നെ ഒരു വർഷം മുഴുവൻ ജീവിക്കാൻ പറ്റിയ ഇടം തന്നെയാണ് പൂനെ. വിദ്യാഭ്യാസം, ജോലി, വിനോദം എല്ലാം പൂനെയിൽ ലഭ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഓക്സ്ഫോർഡ് ഓഫ് ദി ഈസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. പൂനെയുടെ മനോഹരിത കാണേണ്ടത് വെറും കണ്ടുകൊണ്ട് മാത്രമല്ല കേട്ടോ, അത് മനസ്സുകൊണ്ടാണ്. ഓരോ കാറ്റിലും ഓരോ തിരിവിലും ഓരോ പുഞ്ചിരിയിലും ഈ നഗരത്തിന്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ 24 മണിക്കൂർ ഞാൻ എങ്ങനെയാണ് പൂനെ ചെലവഴിച്ചതെന്നാണ് ഈ 2 എപ്പിസോഡുകളായിട്ട് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് പൂനെയിലെ തന്നെ ആത്മീയ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പേപ്പൽ സെമിനാരിയിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു പേപ്പൽ സെമിനാരി ഒന്ന് കാണണമെന്നുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചിട്ടുള്ള സ്ഥലമാണ് പേപ്പൽ സെമിനാരി. ഈ പേപ്പൽ സെമിനാരി ആദ്യം 1893 കാൻഡിയിലാണ് സ്ഥാപിതമായത്. പിന്നീടാണ് 1955 പൂനെയിലേക്ക് ഈ സ്ഥാപനം മാറ്റുന്നത്. ഇന്ന് ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ തന്നെ പ്രധാന പുരോഹിത പരിശീലന കേന്ദ്രമാണ് ഈ പേപ്പൽ സെമിനാരി. ഒത്തിരി പേര് ഇവിടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ പഠിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന് സഭയിലെ തന്നെ നല്ല പുരോഹിതരായിട്ട് മാറ്റുന്ന ഒരു വലിയൊരു ആത്മീയ കേന്ദ്രമാണ് പേപ്പൽ സെമിനാരി. ഹോം ഓഫ് ലവ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്നേഹത്തിന്റെ ഇടം തന്നെയാണ്. നമുക്ക് പേപ്പൽ സെമിനാരിയിലെ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ പരിസരം അതീവ മനോഹരമാണ് കേട്ടോ. പച്ചപ്പും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു ക്യാമ്പസ്. അതിന്റെ മധ്യത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ചാപ്പൽ. അവിടെ നടക്കുന്ന പ്രാർത്ഥനകളും ഒക്കെ മനസ്സിനെ തൊടുന്നതാണ്. അപ്പൊ നമുക്ക് നല്ല ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ കാഴ്ചകളിലേക്ക് പോവാം.
അടുത്തതായിട്ട് ഞങ്ങൾ പോയത് മാഹിർ ഫൗണ്ടേഷനിലെ ഒരു സ്ഥാപനം കാണാൻ വേണ്ടിയാണ്. 1997 സിസ്റ്റർ ലൂസി കുര്യൻ മലയാളി സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായിട്ടുള്ള പുരുഷന്മാർക്കും സുരക്ഷിതമായിട്ടുള്ളൊരു മാതൃഗൃഹം ഇതാണ് ഇവരൊരുക്കുന്നത്. മതം, ജാതി, ഭാഷ എന്നീ വ്യത്യാസങ്ങളൊന്നും കൂടാതെയുള്ള ഒരു മാനവ സേവയാണ് ഇവരുടെ മുഖ്യ ദൗത്യം. ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 70-ൽ അധികം ആശ്രമങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് മാഹിർ ഫൗണ്ടേഷൻ സ്നേഹവും സംരക്ഷണവും വിദ്യാഭ്യാസവും ജീവിതോപാധിയും ഒക്കെ പിന്തുണ നൽകുന്നു. അപ്പൊ നമുക്ക് ആ ചെറിയ കാഴ്ചകൾ ഒന്ന് കാണാം.